കൊല്ലത്തിനായി നേരത്തെ പ്രഖ്യാപിച്ച 59 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളുടെ സംഗമത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കൊല്ലം കോർപ്പറേഷനിൽ BJP അധികാരം പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ബ്ലൂ പ്രിന്റായി BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന രേഖയുടെ പ്രകാശന കർമ്മവും സുരേഷ് ഗോപി ഇന്ന് നിർവഹിച്ചു. മനോജ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയപ്രതീക്ഷയാണ് കൊല്ലം കോർപ്പറേഷനിൽ BJPക്കുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥാനാർത്ഥി സംഗമവും വികസന രേഖയുമടക്കം പ്രദർശനം നിർവഹിച്ചു. ഒരു സർപ്രൈസ് കൂടെ കൊല്ലത്തെ ജനതയ്ക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് BJPയുടെ കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള S പ്രശാന്ത് അദ്ദേഹം തന്നെ നമ്മളോട് അത് പറയും. എന്താണ് ഈ ഒരു ജനങ്ങളോട് കേന്ദ്രമന്ത്രിക്ക് സംവദിക്കാനുള്ളത്? ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി ഇന്ന് കൊല്ലത്ത് വരികയും കൊല്ലം കോർപ്പറേഷൻ്റെ ഒരു സമർപ്പിതമായ വികസന രേഖ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൊല്ലത്തിനെ സംബന്ധിച്ച് കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് സമ്മാനിച്ചുകൊണ്ട് സാസ്കി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 59.71 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോ റിക്രിയേഷൻ ഹബ്ബ് എന്ന ഒരു പദ്ധതി ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ പദ്ധതി കണ്ണൂർ ജില്ലയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബോധപൂർവമായ ഒരു അട്ടിമറി പരിശ്രമം നടന്നിരുന്നു. അത് സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് ആ പദ്ധതി കൊല്ലത്തിന് സാധ്യമാവാൻ കഴിയുന്നത്. കൊല്ലത്തിൻ്റെ വികസനത്തിന് ഒരു പുത്തൻ ഉണർവ് സമ്മാനിക്കുവാൻ ഈ പദ്ധതിയിലൂടെ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അത് BJPക്ക് സാധ്യമാകുന്ന സാഹചര്യം വന്നാൽ ഒരു സമാനതകളില്ലാത്ത ഭരണത്തിന് ഒരു വികസനത്തിൻ്റെ പെരുമഴ പെയ്യിച്ചുകൊണ്ടുള്ള ഒരു ഭരണത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കും. അതിന് അനുസൃതമായിട്ടുള്ള വികസന രേഖയാണ് ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് കൊല്ലം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം കൊല്ലം നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ രൂപരേഖ പ്രഖ്യാപിക്കും. കോർപ്പറേഷൻ സേവനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി സമയം കളയുന്ന വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വിദ്വേഷം അല്ലെങ്കിൽ അവരുടെ ഒരു ആട്ടും തുപ്പുമൊക്കെ കേട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭരണം ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും CSC മുഖേനയും നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സേവന പ്രവർത്തനങ്ങളും ഓൺലൈനായി ചെയ്യുന്നതിനുള്ളൊരു സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ 100% കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം തടസ്സങ്ങളില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എല്ലാം നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അഴിമതി രഹിത ഡിജിറ്റൽ AI സാങ്കേതികവിദ്യയെ സംബന്ധിച്ച് നമുക്കറിയാം. ആ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് നവീന സാങ്കേതിക വിദ്യ നമ്മുടെ ഭരണത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നടപ്പിലാക്കുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും ഒരു വർഷത്തെ നമ്മുടെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അതാത് വർഷങ്ങൾ തന്നെ ജനങ്ങളുടെ സമക്ഷത്ത് ഞങ്ങൾ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ്, വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ സംബന്ധിച്ചുള്ള പദ്ധതി നിർവഹണത്തിൻ്റെ വിവരങ്ങൾ ലളിതമായി ജനങ്ങളിലേക്ക് ഇപ്പോഴത്തേക്ക് സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗുരുതരമായ ക്രമക്കേടുകളാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അമൃത് നഗര പദ്ധതി കഴിഞ്ഞ 5 വർഷക്കാലം 280 കോടി രൂപ ചെലവഴിക്കാതെ കൊല്ലത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ സഹായമായി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഫണ്ട് പോലും കാര്യക്ഷമമായി വിനിയോഗിക്കാൻ കഴിയാതെ പൂർണ്ണമായും പരാജയപ്പെട്ട ഭരണസമിതിയാണ് കോർപ്പറേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ വികസന നായകനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി തന്നെ വന്ന് ഈ വികസന രേഖ ഏറ്റവും അനുയോജ്യനായ ആൾ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടുത്തെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും നമ്മുടെ മുഴുവൻ പ്രവർത്തകർക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെയാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് കൊല്ലത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണെന്ന് അദ്ദേഹം നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അതുതന്നെയാണ്, സമഗ്രമായിട്ടുള്ള വികസനം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്, NDA മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അതിൽ വലിയ പ്രതീക്ഷയിലുമാണ്. കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും കേന്ദ്രമന്ത്രി അടക്കം വന്ന ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്ര അത് വികസനത്തിലൂടെ ആകണം എന്നുള്ളത്, അത് BJPയിലൂടെ ആകണം എന്നുള്ളത്. എന്തായാലും അതിൻ്റെ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഓരോ പ്രവർത്തകർക്കുമുള്ളത്. ബിജു പരൂരിനൊപ്പം മനോജ്, ജനം, കൊല്ലം.